പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റുകളുടെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള റെസ്ലേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വമ്പൻ അട്ടിമറികളാണ് രണ്ട് ടൂർണമെൻറ്റിലും നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിരുന്നത്. സെമി ഫൈനൽ മത്സരങ്ങളിലും നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ വിജയിക്കാൻ സാധ്യത ഉള്ള റെസ്ലറുടെ ഒരു സാധ്യതയെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 16 റെസ്ലേഴ്സാണ് രണ്ട് ടൂർണമെൻറ്റിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ 4 റെസ്ലേഴ്സ് മാത്രമായി അവശേഷിക്കുന്ന സെമി ഫൈനൽ മത്സരങ്ങളാണ് നമുക്ക് ഇനിയുള്ള റോ സ്മാക്ഡൗൺ വീക്ക്ലി എപ്പിസോഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ് നമ്മൾ തുടക്കത്തിലെ പറയുന്നത്. ആദ്യ സെമി ഫൈനലിൽ റഗൽ റോഡ്രിഗസും ഇയോ സ്കൈയും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. റഗൽ റോഡ്രിഗസിനെ നമുക്ക് അറിയാം, ഈ ജഡ്ജ്മെൻറ്റുടെ ടീം അംഗം ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്താൽ, ഈ ടൂർണമെൻറ്റിൽ വിജയിച്ചാൽ റിയാ റിപ്ലിയുടെ ചാമ്പ്യൻഷിപ്പിനായിരിക്കും ചലഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലാണ് താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ റഗൽ റോഡ്രിഗസ് ഫൈനലിലേക്ക് എത്തി ഈ താരം ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചു എന്ന് നിങ്ങൾ കരുതുക. താരം ചൂസ് ചെയ്യുക മിക്കവാറും ലിവ് മോർഗൻ്റെ ചാമ്പ്യൻഷിപ്പിനായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി അവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. റഗൽ റോഡ്രിഗസിന് ഈ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കാൻ വലിയ ഒരു അവസരം തന്നെ മുന്നിലുണ്ട്. ഇയോ സ്കൈയെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയോ സ്കൈ ഈ ടൂർണമെൻറ്റിലെ ഒരു ഫേവറേറ്റ് റെസ്ലർ ആണെന്ന് പറയാൻ സാധിക്കും. അതായത് വിജയസാധ്യത ഉള്ളവരുടെ കൂട്ടത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന റെസ്ലർ. ഈ റഗൽ റോഡ്രിഗസിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ സെമി ഫൈനലിൽ വിജയിച്ചു വരുന്ന റെസ്ലറിനെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇയോ സ്കൈ വിജയിച്ചു കഴിഞ്ഞാൽ ലിവ് മോർഗൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനായിരിക്കും സമ്മർ സ്ലാമിൽ ഇയോ സ്കൈ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇയോ സ്കൈ വേഴ്സസ് ലിവ് മോർഗൻ എന്നുള്ള സ്റ്റോറിയേക്കാൾ കുറച്ചും കൂടി ബെറ്റർ റഗൽ റോഡ്രിഗസ് വേഴ്സസ് ലിവ് മോർഗൻ എന്നുള്ള സ്റ്റോറിക്കാണ്. അപ്പോൾ റഗൽ റോഡ്രിഗസിനാണ് ഈ ഒരു സെമി ഫൈനൽ മത്സരത്തിൽ ഞാൻ വിജയം കാണുന്നത്. ഇനി രണ്ടാമത്തെ സെമി ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ലിവ് മോർഗനും ഷാർലറ്റ് ഫ്ലെയറും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ക്വീൻ എന്ന് വിളിക്കുന്ന ഷാർലറ്റ് ആ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചാൽ ആ നിക് നെയിമിന് ആ താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഷാർലറ്റും ഈ ടൂർണമെൻറ്റിലെ ഒരു ഫേവറേറ്റ് ആണെന്ന് പറയാം. ഷാർലറ്റ് ഈ ടൂർണമെൻറ്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ താരം ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അത് റിയാ റിപ്ലിയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പാണ്. നമ്മൾ ഓൾറെഡി ഇവർക്കിടയിൽ കുറച്ച് മത്സരങ്ങൾ കണ്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഫ്രഷ്നെസ് ലഭിക്കുന്നില്ല. ഷാർലറ്റിന് മുൻപിലുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷാർലറ്റ് ഈ സെമി ഫൈനലിൽ നേരിടുന്നത് വുമൺസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനെയാണ്. ഈ വുമൺസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനാണ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ ഇപ്പോൾ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളവരിൽ ഏറ്റവും വിജയസാധ്യത കുറവുള്ള റെസ്ലർ. കാരണം ഈ ചാമ്പ്യൻഷിപ്പ്, ഈ മെയിൻ വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൈവശം ഇരിക്കുന്ന ഈ ലിവ് മോർഗൻ ഈ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചു കഴിഞ്ഞാൽ സമ്മർ സ്ലാമിൽ ലിവ് മോർഗൻ ഇനി ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ചലഞ്ച് ചെയ്യുക? അതെന്തായാലും റിയാ റിപ്ലിയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനായിരിക്കില്ല. കാരണം 2 ദിവസമായിട്ട് നടക്കുന്ന സമ്മർ സ്ലാമിൽ ഒരു ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരം നടത്തിക്കൊണ്ട് ഒരു മത്സരത്തിൻ്റെ സാധ്യത WWE തള്ളിക്കളയില്ല. അതുകൊണ്ട് തന്നെ ലിവ് മോർഗൻ്റെ വിജയസാധ്യത വളരെ കുറവാണ്. അപ്പോൾ രണ്ടാമത്തെ സെമി ഫൈനലിൽ ഷാർലറ്റ് ഫ്ലെയർ വിജയിക്കും. എന്നിട്ട് ഞാൻ ആദ്യ സെമി ഫൈനലിൽ വിജയിക്കാൻ സാധ്യതയുള്ള റഗൽ റോഡ്രിഗസിൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ ഷാർലറ്റും റഗൽ റോഡ്രിഗസും തമ്മിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന ഇവൻറ്റിൽ ഫൈനൽ മത്സരം വരും. ആ ഫൈനലിൽ റഗൽ റോഡ്രിഗസ് വിജയിച്ച് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് സമ്മർ സ്ലാമിൽ ലിവ് മോർഗൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് റഗൽ റോഡ്രിഗസ് ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ജഡ്ജ്മെൻറ്റുടേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സ്റ്റോറി ആയിരിക്കും അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തേത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. വമ്പൻ അട്ടിമറികൾ നടന്നിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആയിരുന്നു 2026. ഫേവറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒട്ടനവധി റെസ്ലേഴ്സ് ഇതിനോടകം തന്നെ ആദ്യ റൗണ്ടിൽ പുറത്താക്കപ്പെട്ടു. ആദ്യ സെമി ഫൈനലിൽ ഒബാഫെമിയും ഡേർട്ടി ഡൊമിനിക് മെസ്റ്റിരിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഒബാഫെമിക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും നമ്മൾ ആദ്യ റൗണ്ടിൽ നിന്ന് ഡൊമിനിക് മെസ്റ്റിരിയോ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും എന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ അട്ടിമറികളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡൊമിനിക് മെസ്റ്റിരിയുടെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും ആദ്യ സെമി ഫൈനലിൽ ഞാൻ ഒബാഫെമിക്കാണ് വിജയം കൊടുക്കുകയുള്ളൂ. ഒബാഫെമി വിജയിച്ച് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് വരെ എത്തും. പക്ഷേ ഡൊമിനിക് മെസ്റ്റിരിയോയ്ക്ക് ഞാനൊരു നെഗറ്റീവ് പാർട്ട് എന്താണ് കാണുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിലവിൽ AAAയുടെ മെഗാ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന മെയിൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് കൈവശം വെച്ചിരിക്കുന്ന
ഡൊമിനിക് മെസ്റ്റീരിയോ ആ ചാമ്പ്യൻഷിപ്പിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സ്റ്റോറി ആയിരിക്കും ട്രിപ്പിൾ എ ഷോയിലേക്ക് പോയിട്ട് ഇനി ചെയ്യാൻ സാധ്യത. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോ എപ്പിസോഡിലും മത്സരങ്ങൾ നടക്കും. അപ്പോൾ അതിനിടയിൽ താരത്തിന് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലെ സ്റ്റോറി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈനലിൽ വിജയിച്ച് സമ്മർ സ്ലാമിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന രീതിയിലേക്കോ ഒരു ഡബിൾ ഡ്യൂട്ടി കൊടുക്കാൻ സാധ്യതയില്ല. അവിടെയാണ് ഒബാഫെമിക്കുള്ള ഒരു വിജയ സാധ്യത ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യ സെമി ഫൈനലിൽ ഒബാഫെമി വിജയിച്ച് സൗദി അറേബ്യയിലെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഒബാഫെമി യോഗ്യത നേടും. ഇനി രണ്ടാമത്തെ സെമി ഫൈനലിൽ മെയിൻ ഇവൻറ്റ് ജെ ഊസോയും ജിവോട്ട് എവൻസും തമ്മിലുള്ള മത്സരമാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം ഈ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളവരിൽ ഏറ്റവും വലിയൊരു അട്ടിമറി വിജയം നേടിയെടുത്തത് ജിവോൺ എവൻസ് ആയിരുന്നു. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ് ആയിട്ട് ഒരു റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് സെത്ത് റോളിൻസിൻ്റെ പേരിലായിരുന്നു. ഇതേ സെത്ത് റോളിൻസ് പങ്കെടുത്ത ഫസ്റ്റ് റൗണ്ടിലെ ഫേറ്റൽ ഫോർവേയിലായിരുന്നു ജിവോൺ എവൻസിന് വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ 22 വയസ്സ് മാത്രം പ്രായമുള്ള റെസ്ലറിന് ക്രിയേറ്റീവ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് ലഭിച്ചതുകൊണ്ടാണ് വലിയ അട്ടിമറി വിജയം അവിടെ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ജിവോൺ എവൻസിന് അങ്ങനെയുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ബാക്കപ്പ് പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ജെ ഊസോയെ നമുക്ക് അറിയാം. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഒരു നട്ടെല്ല് ജെ ഊസോയാണ്. ഈ ജെ ഊസോ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അദ്ദേഹം ഫൈനലിലേക്ക് യോഗ്യത നേടും. അപ്പോൾ സ്മാക്ഡൗണിൽ നടക്കുന്ന സെമി ഫൈനലിൽ ജിവോൺ എവൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെയിൻ ഇവൻറ്റ് ജെ ഊസോ ഫൈനലിലേക്ക് യോഗ്യത നേടും. എന്നിട്ട് ഒബാഫെമി വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരം നടക്കും. ആ ഒരു മത്സരം നടന്നു കഴിഞ്ഞാൽ ഒബാഫെമിയാണോ ജെ ഊസോയാണോ വിജയിക്കാൻ സാധ്യത? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒബാഫെമിയുടെ പേര് പറയാൻ സാധിക്കുമെങ്കിലും അവിടെയാണ് ഒബാഫെമിക്ക് ഒരു നെഗറ്റീവ് പാർട്ട് വരുന്നത്. നെഗറ്റീവ് പാർട്ടല്ല, അദ്ദേഹത്തിൻ്റെ നിലവിലെ കഥാപാത്രത്തിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഒബാഫെമി ഇപ്പോൾ വലിയൊരു ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ബ്രോക്ക് ലെസ്നറിൻ്റെ തലയെടുക്കുമെന്നൊക്കെ ഒബാഫെമി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കിനെതിരെയുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യത അവിടെ ബാക്കി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു ഇടപെടൽ മൂലം ഒബാഫെമി നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പരാജയപ്പെടുകയും ജെ ഊസോ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കുകയും ചെയ്യും. ജെ ഊസോ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ജെ ഊസോ ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. അത് കോഡി റോഡ്സിൻ്റെ കൈവശമുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ആയിരിക്കും. അങ്ങനെ സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ്, ജെ ഊസോ തുടങ്ങിയവർക്കിടയിലെ ഒരു മത്സരം വരും. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിലിപ്പോൾ ചാമ്പ്യന്മാരായിട്ടിരിക്കുന്ന ലിവ് മോർഗൻ ആണെങ്കിലും കോഡി റോഡ്സ് ആണെങ്കിലും റിയ റിപ്ലി ആണെങ്കിലും റോമൻ റെയിൻസ് ആണെങ്കിലും അവർക്കൊക്കെ മറ്റ് എതിരാളികളുടെ സ്റ്റോറിയും ഒരേ സമയത്ത് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ കിങ് ഓഫ് ദ റിംഗ് അല്ലെങ്കിൽ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വിജയിച്ചു വരുന്ന റെസ്ലറിൻ്റെ ആ ഒരു സമയത്തിലെ ഒരു തീരുമാനമായിട്ട് അവരുടെ സമ്മർ സ്ലാമിൻ്റെ പ്ലാൻ മാറും. എന്തായാലും നിലവിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒറ്റനോട്ടത്തിലെ ഒരു റിസൾട്ട് ഇങ്ങനെയായിരിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2 ദിവസം കൂടി കഴിഞ്ഞാൽ റോ എപ്പിസോഡിലൂടെ ആദ്യ ഫൈനലിസ്റ്റിനെ നമുക്ക് ടൂർണമെൻറ്റുകളിലൂടെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് അറിയാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ഹെൽത്തി കോൺവെർസേഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നടത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.